നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്രം കഥകളാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിൽ മിത്രഭേദം പറഞ്ഞു, മിത്രലാഭം പറഞ്ഞു. 2 തന്ത്രങ്ങളും കഥ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ തന്ത്രമായ സന്ധി വിഗ്രഹം എന്ന തന്ത്രത്തിലെ ഒരു കഥ പറഞ്ഞു കേട്ടോ. ആ കഥ എന്താണെന്ന് വെച്ചാൽ, കൂട്ടുകാരെയൊക്കെ തമ്മിലുള്ള കാട്ടിലത്തെ ആ കാക്കയുടെ, എലിയുടെ, സർപ്പങ്ങളുടെ ഒക്കെ ഒരു ജീവിതം കൂടിക്കലർന്ന കഥയാണ് പഞ്ചതന്ത്രത്തിലെ പല പല കഥകളും. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഉള്ളതൊക്കെ പക്ഷികളും പരുന്തും പാമ്പും പറവയും ഒക്കെയാണ് താനും. ഒരു കാട്ടിൽ ഈ സന്ധി വിഗ്രഹം എന്നതിലെ ആദ്യത്തെ കഥ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ആ കഥയാണ് ഏറ്റവും അടുത്ത് പുറകിൽ പറഞ്ഞത്. ആ കഥയെ തുടർന്ന് അതിൻ്റെ പകുതി 1ാം ഭാഗം നിർത്തിയിരിക്കുക. ഞാൻ ഇന്ന് 2ാം ഭാഗം പറയുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർമ്മിപ്പിക്കുക. പാടലീപുത്രം എന്ന രാജ്യത്തിലെ രാജകുമാരന്മാരെ, മണ്ടന്മാരാണ് അവരെ ഒന്ന് സമർത്ഥരാക്കാൻ വേണ്ടി മഹാഗുരുവായ സോമശർമാവ് എന്ന ബ്രാഹ്മണൻ വന്ന് കഥകളിലൂടെ ഭരണകർത്താക്കൾക്ക് വേണ്ടതായ 5 തന്ത്രങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. അതിൽ ആദ്യത്തെ തന്ത്രമായ മിത്രഭേദം കഴിഞ്ഞു, 2ാമത്തെ തന്ത്രമായ മിത്രലാഭവും കഴിഞ്ഞു. 3ാമത്തെ തന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സന്ധി വിഗ്രഹം. സന്ധി വിഗ്രഹത്തിലെ 1ാമത്തെ കഥ കുട്ടികൾക്ക് ഉത്സാഹമായി തുടങ്ങി. മിത്രഭേദം തുടങ്ങിയപ്പോൾ തന്നെ ഉത്സാഹമായി. കഥകൾ ഇനി പറയൂ ഗുരുനാഥ, ഇനി പറയൂ അങ്ങ് കഥകൾ എന്നുള്ള മട്ടിലായി. ഈ സന്ധി വിഗ്രഹത്തിലെ ആദ്യത്തെ കഥ എപ്പോഴും ഈ കാക്കകളും മൂങ്ങകളും അവ തമ്മിൽ ശത്രുക്കളാണ്. ആജന്മശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അവരാ. എന്താ കാരണം? അവരുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകളും അതിനൊരു കുറച്ചൊക്കെ ഒരു ഭാഗമുണ്ട്. കാരണം കാക്കകൾക്ക് പകല് സൂര്യപ്രകാശത്തിൽ കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. കണ്ടിട്ടില്ലേ കാക്കകളൊക്കെ ഇങ്ങനെ കൊത്തിപ്പറക്കിയിട്ട് കഴിഞ്ഞിട്ട് എത്ര ചെറിയ സൂക്ഷ്മമായ പ്രാണികളെയൊക്കെ കൊത്തിപ്പറക്കി തിന്നും. അതങ്ങനെയൊക്കെയാണല്ലോ ഉപജീവന മാർഗം തേടണത്. കാക്കകൾക്ക് അങ്ങനെ നല്ല പ്രകാശമാണ് പകല്. എന്നാൽ മൂങ്ങകൾക്ക് പകല് വലിയ വെളിച്ചമൊന്നും കാണില്ല, വലിയ പ്രകാശമൊന്നുമില്ല കണ്ണിന്. വല്ലതും അടുത്ത് കൂടെ മോളി പറന്നു പോയാൽ ഒരു നിഴൽ പോയി, അത്രേ ഉള്ളൂ. പുറത്ത് കട്ടക്കല്ല മൂങ്ങകൾ പകല്. കാരണം കാഴ്ചശക്തി കുറവാണ്. എന്നാൽ ഈ മട്ടുഭാവമൊക്കെ അങ്ങോട്ട് മാറും നേരം സന്ധ്യയായ. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ മൂങ്ങകളുടെ കണ്ണ്. നമ്മൾ തന്നെ രാത്രി വല്ലപ്പോഴും നമ്മുടെ വീടിന് പുറത്ത് വല്ല മരത്തിലൊരു മൂങ്ങ വന്നിരിക്കുകയാണ്. രാത്രി കാലത്ത് കണ്ട അതിൻ്റെ കണ്ണ് കണ്ടാൽ നമുക്കൊരു പേടി തോന്നും. ജ്വലിക്കുന്ന കണ്ണുകളാണ് മൂങ്ങകൾക്ക്. രാത്രി നല്ല അസൽ പ്രകാശ. പൂച്ചയുടെ കണ്ണുകൾക്ക് അതുപോലെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. രാത്രിയിൽ പൂച്ചയുടെ പൂച്ച നമ്മളെ വീട്ടിൽ ആലോചിച്ച് വളർത്തുന്ന പൂച്ചയാണെങ്കിലും രാത്രിയായിട്ട് പൂച്ച നമ്മുടെ നേരെ വന്ന്, പ്രത്യേകിച്ച് ഇരുട്ടുള്ള മുറിയിലേക്ക് ചെല്ലുമ്പോൾ പൂച്ച അവിടെ കിടന്നിടത്തുനിന്ന് ശബ്ദം കേട്ട് കിടന്നിടത്തുനിന്ന് എണീറ്റ് നമ്മളെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പൂച്ചയുടെ കണ്ണ് കേട്ടാൽ നമുക്ക് പേടിയാവും. കാര്യം നമ്മുടെ ഓമനയായ പൂച്ചയാണ്. കണ്ണുകളുടെ പ്രത്യേകതകളാണത്. അപ്പോൾ ഈ മൂങ്ങയും കാക്കയും ബദ്ധശത്രുക്കളാണ്. 2 കൂട്ടർക്കും അന്യോന്യം നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ്. ഇനി ഞാൻ കഥയിലേക്ക് വരാം. ഒരു കാട്ടിൽ വലിയൊരാൽമരം. ആൽമരം തന്നെ വളരെ വണ്ണത്തിലങ്ങോട്ട് വളരും. 4 പുറത്തേക്കും ധാരാളം ശാഖോപശാഖകളോടെയാണ് കേട്ടോ ആൽമരത്തിൻ്റെ വളർച്ച. ധാരാളം ഇലക്കൊഴുപ്പ് അങ്ങോട്ട് കൂടിയിട്ട് ആലിൻ്റെ ശാഖകൾ, ശിഖരങ്ങൾ ഇങ്ങനെ കിപ്പട്ടയ്ക്ക് അങ്ങോട്ട് താന്ന് വരിക. അപ്പം അതിനെ താങ്ങാൻ എന്തോണം, കൊമ്പിങ്ങനെ താന്ന് വരുമ്പോഴത്തേക്കും താങ്ങത്തക്ക വിധത്തിൽ വേരിൽ നിന്ന് പൊട്ടി തൂണുപോലെ അങ്ങ് വളരും വേറെ വേരുകൾ. ഈ വേരുകൾ വീഴാൻ പോകുന്നിടത്ത് നമ്മളൊരു ഊണ് കൊടുക്കില്ലേ എന്നതുപോലെ തൂണുകളൊക്കെ അങ്ങോട്ട് താങ്ങാവും ആൽമരം. ഓരോ ആൽമരത്തിൻ്റെ ചോട്ടിൽ ചിലപ്പോൾ 10ഉം 20ഉം 25 തൂണുകൾ പോലുള്ള വേരുകൾ മേലോട്ട് വളർന്ന് നിൽക്കട്ടോ. ആൽമരത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, വേരുകൾ മേലോട്ട് വളരുക. അങ്ങനെയുള്ള ഈ ആൽമരത്തിൻ്റെ മുകളിൽ ഈ ശാഖകളായിട്ടുള്ളത് പല പല പക്ഷികളും കൂടുകൂട്ടി താമസിക്കുന്നുണ്ട്. പോടുകളിൽ താമസിക്കുന്നുണ്ട്. മേഘവർണ്ണൻ എന്ന കാക്കയും കാക്കയുടെ കൂട്ടുകാരും കുടുംബം താമസിക്കുന്നത് ഈ ആൽമരത്തിലാണ്.
അതിന് താഴെ ആൽമരത്തിൻ്റെ താഴെ മരത്തിൻ്റെ വേരുകൾക്ക് ഇടയിലൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ചില ഓട്ടകളൊക്കെ കാണും. നോക്കുമ്പോഴെന്താ ചെറിയ ഓട്ടയാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടയിലേക്ക് ഒരു പാമ്പ് അങ്ങോട്ട് ഊർന്നു പോണ ആളാണ്. തല മാത്രമേ കിടക്കുള്ളൂ എന്ന് നമുക്ക് തോന്നും. പുറകെ ആ തല അങ്ങോട്ട് കീഴ്പോട്ട് പോയി. നമ്മളിവിടെ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ആളെ ചെന്നെത്തുന്നത്. ആഴത്തിലേക്ക് ചെരിഞ്ഞ് അങ്ങനെ പോകും. അങ്ങനെ പോയി അടിയിൽ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് വിസ്താരത്തിൽ മണ്ണൊക്കെ മാറ്റി അളയുണ്ടാക്കിയിട്ടുണ്ട്. പാമ്പിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് അള എന്നാണ്. പാമ്പിൻ്റെ അള. ആ അളയിൽ ആൺപാമ്പും പെൺപാമ്പും മുട്ടയിട്ടിട്ടുണ്ടാവും, കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടാവും, അതുങ്ങൾ അവിടെ ഓടി കളിക്കുന്നുണ്ടാവും. വളർന്നും വലുത് അച്ഛനും അമ്മയും തീറ്റ കൊണ്ട് കൊടുക്കും. തിന്ന് വളർന്നും വലുതായി തന്നെത്താൻ ഇര പിടിക്കാറാവുമ്പോഴേ അവരെ പുറത്തേക്ക് വിടുള്ളൂ. അങ്ങനെ ഒരു ജീവിതമാണ്. അപ്പോൾ ഈ വലിയ ആൽമരത്തിൻ്റെ മുകളിലൊക്കെ പല പക്ഷികളും കൂടുകൂട്ടി താമസിക്കുന്നു, കാക്കകളും കൂടുകൂട്ടി താമസിക്കുന്നു. കുടുംബസമേതം പല പല പക്ഷികളുടെ കൂടുകൾ ആൽമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാം. താഴെയാണെങ്കിൽ ധാരാളം സർപ്പങ്ങളും അളകളും അങ്ങനെയുണ്ട്. അതിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് വേറെ ഒരു മരം, ഇത്ര തന്നെ വലിപ്പമില്ല കേട്ടോ. ആ മരത്തിലാണെങ്കിൽ ധാരാളം മൂങ്ങകൾ. ഈ കാക്കകളുടെ അടുത്തേക്ക് മൂങ്ങ വരില്ലല്ലോ, അവർ ശത്രുക്കളല്ലേ. മൂങ്ങകൾ കൂടുകൂട്ടി താമസിക്കും. ഈ മേഘവർണ്ണനാണ് ഇവിടുത്തെ രാജാവ്. എവിടെ? കാക്കകളുടെ ആദ്യത്തെ മരത്തിൽ. അടുത്തുള്ള മരത്തിൽ മൂങ്ങകളുടെ മരത്തിലെ രാജാവ് അരിമർദ്ദനൻ എന്ന ഒരു കൂറ്റൻ കൂമൻ എന്നും പറയും ഈ മൂങ്ങകളെ. അവരാണ്. രണ്ട് കൂട്ടർക്കും അങ്ങും ഇങ്ങും കട്ടിച്ച് കീറാനുള്ള കലിയാണ്. ഇവരെ ഒതുക്കാൻ എന്താ വഴി, ഇവരുടെ വംശം പിടിക്കാൻ എന്താ വഴി, ഇതാണ് രണ്ടു കൂട്ടർക്കും ചിന്ത. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയായപ്പോൾ മൂങ്ങകൾക്ക് നല്ല ഉഷാറായി. അവർക്ക് ഊറ്റം കൂടി. നേരം സന്ധ്യയായാൽ ഊറ്റം കൂടും, കാഴ്ചശക്തി കൂടും. അവർ വന്ന് ഈ കാക്കക്കൂട്ടിലങ്ങോട്ട് വന്ന് കയറി സർവമാന കാക്കക്കൂടുകളൊക്കെ നശിപ്പിച്ചു. കാക്കയുടെ മുട്ടകളൊക്കെ നശിപ്പിച്ചു. കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തിപ്പറക്കി താഴെത്തിട്ടു. അങ്ങനെ നാശനഷ്ടങ്ങളെ ഒരുപാട് പേര് അരിമർദ്ദനൻ്റെ അരിമർദ്ദനൻ തന്നെയല്ലാണ്ടോ വന്നത്, കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു, സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യസമേതം വന്ന് കാക്കകളെ കുറേ നശിപ്പിച്ചു. രാജാവായ മേഘവർണ്ണനും 5-6 മന്ത്രിമാരും എങ്ങനെയോ രക്ഷപ്പെട്ട് പറന്ന് കയറി വേറൊരു മരത്തിൽ ചെന്ന് ചേക്കേറി. അവിടെ ചെന്നങ്ങോട്ട് പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ഇത്രേ ഉള്ളൂ. കാക്കകൾക്ക് നല്ലോണം പരിക്ക് പറ്റി. അരിമർദ്ദനൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും നല്ല അസല് കീച്ചി മുറിവ് പറ്റി, ധാരാളം ക്ഷീണമായി. എന്നിരുന്നാലും അവർ മേഘവർണ്ണനും മന്ത്രിമാരും ഒരു തീരുമാനമെടുത്തു തന്നു. ഇവരെങ്ങനെ വിട്ടാൽ പറ്റില്ല ഈ മൂങ്ങകളെ. എന്താ ഈ പറയണേ? ഈ ലോകത്ത് നമുക്കില്ലേ സ്വാതന്ത്ര്യം, നമുക്കും ജീവിക്കണ്ടേ? ഇവരെ എങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല? ഈ മൂങ്ങകളെ നമുക്ക് മൂച്ചൂടും നശിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തു. അതിനെന്താ വഴിയെന്ന് മന്ത്രിമാരും മേഘവർണ്ണനും കൂടി ഇരുന്ന് ആലോചിച്ചു. 5 മന്ത്രിമാരുണ്ട് മേഘവർണ്ണന്. ആ മന്ത്രിമാരാണ് ആദ്യത്തെ മന്ത്രിയാണ് ഉദ്ദീപകൻ. രണ്ടാമത്തെ ആള് സന്ദീപകൻ, പിന്നെ പ്രദീപകൻ, സന്ദീപകൻ, ഉദ്ദീപകൻ. ഇത് കൂടാണ്ട് ദാവരണോ അടുത്ത ആദീപകൻ. 5-ാമത്തെ ആൾ ചിരംജീവി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ കാലത്തും ജീവിക്കുന്നവൻ, മരണമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അങ്ങേർക്കാണ് ഏറ്റവും കൂടുതൽ പ്രായവും പ്രാപ്തിയും പക്വതയും നീതിശാസ്ത്രത്തിലുള്ള അറിവും ഒക്കെ. അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പം മേഘവർണ്ണം പറഞ്ഞു, മന്ത്രിമാരായ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാലം വളരെ സുഗമമായിട്ട് രാജ്യം ഭരിക്കാൻ സാധിച്ചത്. പ്രജകളെ നോക്കാൻ. ഏത് രാജ്യം? കാക്കരാജ്യം. കാക്കകൾക്കല്ലാണ്ട് വേറെ എന്ത് രാജ്യം? അതുപോലെ പ്രജകൾ എന്ന് പറയുന്നത് ആരാ? മറ്റു കാക്കകൾ,
അവർക്കും അവരുടെ കുടുംബം തന്നെ, കാക്ക കുഞ്ഞുങ്ങളും കാക്കച്ഛനും കാക്കമ്മയും എല്ലാവരുമായിട്ടുള്ള കുടുംബമൊക്കെ സംരക്ഷിച്ച് പോരാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സംഭവം ഇത് വലിയ ചതിയായി പോയി. നമുക്ക് മൂങ്ങകൾ നമ്മളെ തുരത്തി ഓടിച്ചില്ലേ. നമ്മുടെ എത്ര കൂട്ടുകാരെ നഷ്ടപ്പെട്ടെ, എത്ര പേർക്ക് കുഞ്ഞു കുട്ടികളെ നഷ്ടപ്പെട്ടെ, എത്രയോ പേരുടെ ഭാര്യമാർ കാക്കകളൊക്കെ ചത്തുപോയില്ലേ, താഴെ വീണ് നടക്കണില്ലേ. പക്ഷെ മൂങ്ങകൾ വന്ന് കൊത്തി പറപ്പിച്ച് താഴ്ത്തിട്ടതല്ലേ. അതിന് ഇനി നമുക്ക് ശത്രുക്കളെ നമുക്ക് എതിരിടണം, അല്ലാണ്ട് പറ്റില്ല. അവരെങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നുള്ള തീരുമാനത്തോടെയാണ് കഴിഞ്ഞ ദിവസം കഥ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ നമുക്കതിനൊരു വഴി, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്നോട് പറയൂ എന്ന് പറഞ്ഞു മേഘവാട്ടൻ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഉദ്ദീപകൻ എന്ന ആദ്യത്തെ മന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ശത്രുക്കൾ നല്ല പരാക്രമികളാണ്. നമ്മളത് കണ്ടില്ല എന്ന് വെച്ചാലൊന്നും പറ്റില്ല. അവരെ നമുക്ക് എതിരിട്ട് ജയിക്കാനുള്ള പ്രാപ്തി നമുക്ക് പോരാ. ശത്രുവിനെ ഒരിക്കലും കഴിവ് കുറഞ്ഞവരായി കാണരുത്. നമ്മളെക്കാൾ കഴിവുള്ളവരാണ് ഇവിടെ, അങ്ങനെ കരുതണം. ഇവിടെ കരുതുകയല്ല, സത്യത്തിൽ ശക്തി, കരുത്ത്, സൈന്യബലം, പരാക്രമമൊക്കെ കൂമന്മാർക്ക് മൂങ്ങന്മാർക്ക്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകാനാണ്ട് വേറെ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണാനില്ല എന്ന് ഉദ്ദീപകൻ പറഞ്ഞു. അതല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളങ്ങനെ ആ ഒരു മാർഗം മാത്രമല്ല. അവരെക്കാൾ നമുക്ക് നല്ലൊരു പ്രബലനായ ബന്ധുവിനോട് സഹായം അഭ്യർത്ഥിക്കാം. ആ ബന്ധുവിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ മൂങ്ങകളെയും കെട്ട് വംശനാശം വരുത്താം. അതും ഒരു മാർഗം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കുഴിട്ടി ശരിയാണ്, അത് ശരി. അപ്പോൾ ഈ 2 മാർഗങ്ങളുണ്ട് അല്ലേ. അപ്പം മേഘവർണ്ണം ചോദിച്ചു, ഉദ്ദീപക വേറെ വല്ല മാർഗം നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു മാർഗം കൂടി തോന്നുന്നുണ്ട്. ഓ എന്നാ പറയേ. അപ്പോൾ ഉദ്ദീപകൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ശരിക്കുള്ളതല്ല, നമുക്കൊരു അഭിനയം, ശരിയായിട്ടുള്ളൊരു പെരുമാറ്റമല്ല കേട്ടോ, അഭിനയം. ഞാൻ ആദ്യമേ പറയാം, നമുക്ക് ഈ മൂങ്ങകളുടെ കാലം കെട്ട് പിടിക്കാം. ഞങ്ങൾക്ക് അബദ്ധം പറ്റി, എന്നിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചത്, ഇനി ഞങ്ങൾ ഉപദ്രവിക്കില്ല, ഞങ്ങൾക്ക് ജീവൻ വിട്ടു തരണേ, ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ആശ്രയിക്കാമേ. അപ്പോൾ നമുക്ക് നാട് വിട്ടു പോകാം, ഒരു മാർഗം. മറ്റൊന്ന്, നമുക്ക് നമ്മളെക്കാൾ പ്രബലനായൊരു ശത്രുവിനോട് കൂടിച്ചേർന്നവരെ തോൽപ്പിക്കാം, അടുത്ത മാർഗം. പിന്നൊരു മാർഗമുള്ളത്, അവരെ കട്ട ആശ്രയിക്കുന്നതായി അടിമപ്പെടുന്നതായി അഭിനയിച്ച് അവരുടെ കൂടെ നമ്മളിങ്ങനെ കീഴ്വണങ്ങി അടിമകളായിട്ട് അവിടെ ജീവിക്കാം. ഈ 3 മാർഗങ്ങളുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ ചെന്ന് ആശ്രയിക്കണ്ടേ ഇവരെ എല്ലാവരും. അപ്പം അടുത്ത ആൾ സന്ദീപകനാണ്. സന്ദീപകൻ എന്ത് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, മാർഗങ്ങൾ 3 കൊള്ളാം, പക്ഷെ അത് അത്ര പന്തിയല്ല. നമ്മൾക്ക് മറ്റൊരു കൂട്ടരെ ആശ്രയിച്ച് ജീവിക്കുക. അതുമാത്രമല്ല, നമ്മൾ സ്വന്തം നാട് വിട്ടേപ്പെട്ടാ പോകണമെന്നാണ് ഈ പറയണേ. നമ്മുടെ പ്രജകളെ രക്ഷിക്കാൻ വേറെ ആരാ ഉള്ളത്? അതുമാത്രമല്ല, വേറൊരു കാര്യമുണ്ട്, തോറ്റു തുന്നം പാടി നാട് വിട്ട് ഓടിപ്പോയവൻ തിരിച്ചു വന്നാൽ വല്ലവരും ബഹുമാനിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു പോയാൽ അങ്ങോട്ട് ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ടാണ് പോകണം. അത് പറ്റുമോ? അതിനൊരു ഉദാഹരണമായിട്ടൊരു പഴഞ്ചൊല്ല് പറഞ്ഞു സന്ദീപകൻ. എന്താണെന്നോ, കട്ടിൽ വിട്ടുപോയൊരു പുരുഷനെ ഒരു പെണ്ണും വകവയ്ക്കില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു കട്ടിലാണ് കിടക്കണേ. ഇടയ്ക്ക് വെച്ചിട്ട് വഴക്ക് കൂടി ഭാര്യ അങ്ങോട്ട് ഉപേക്ഷിച്ച് കണ്ണി കണ്ട ചീത്തയും പറഞ്ഞ് തമ്മിതല്ലുണ്ടാക്കിയൊക്കെ കഴിഞ്ഞാൽ കട്ടിൽ വിട്ടിറങ്ങിപ്പോയ ഭർത്താവ് തിരിച്ചു വന്ന ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടാവുമോ? ഒരു വക ഉണ്ടാവില്ല. അവിടെ കിടക്കാടിമേ പോലെ അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാരെ പെണ്ണുങ്ങൾ ഉപേക്ഷിക്കുക തന്നെയാണ് ചെയ്യുക. ശത്രുക്കളെ കണ്ട് പേടിച്ച് ഓടിയിട്ടുള്ളവൻ തിരിച്ചു വന്നാൽ ഒരാളും ബഹുമാനിക്കുകയില്ല. അതുകൊണ്ട് അത് രണ്ടും പറ്റില്ല. നമുക്ക് രാജ്യം വിടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് വലിയ ഭവിഷ്യത്തുണ്ടാവും. അപ്പോൾ പിന്നെ പ്രദീപകൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രദീപകൻ എന്ന് പറഞ്ഞാൽ 3-മത്തവൻ. ശത്രുശക്തനാണെങ്കിൽ അവനെ ആശ്രയിച്ചിട്ടാണെങ്കിലും രാജ്യം രക്ഷിക്കണം, പ്രജകളെ സംരക്ഷിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്.
നമ്മളങ്ങോട്ട് അഭിനയിക്കുക. നാട്ടിൽ നിന്ന് ഓടിപ്പോരുതേ, നാട്ട് വിട്ട് പോകണമെന്നത് മഹാമട്ടത്തരാ എന്ന് മൂന്നാമത്തെ മന്ത്രിയും പറഞ്ഞു. ആദീപകൻ എന്ന് പറയുന്ന നാലാമത്തെ മന്ത്രി എന്തു പറഞ്ഞു? സാമദാനവും മറ്റും നമുക്ക് ചേരുന്നതല്ല. സാമദാനം എന്നൊക്കെ പറയണത് കപ്പം കൊടുക്കുക, കോഴ കൊടുക്കുക, അങ്ങനെ അടിമപ്പെട്ട് ജീവിക്കുക. അതൊന്നും ഒരു ഭംഗിയല്ല, ശരിയല്ല. നമ്മളെ എതിർത്ത മൂങ്ങകൾക്ക് പകല് കണ്ണ് കാണില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അവരുടെ ആ വീക്ക്നെസ് പറഞ്ഞാൽ അവരുടെ ആ കഴിവില്ലായ്മ, പരാധീനത നമുക്ക് ഒരവസരമാക്കി എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ കാക്കക്കൂട്ടവുമായി ചെന്നവരെ അങ്ങോട്ട് ആക്രമിക്കണം. അവർക്ക് കണ്ണ് കാണാത്ത, നമുക്ക് കാഴ്ച നല്ലോണം ഉള്ള സമയമാണ് പകല് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് ചെന്ന് അങ്ങോട്ട് ആക്രമിക്കണം. അതാ വേണ്ടതെന്നുണ്ട്. അപ്പോൾ അവസാനം അപ്പോൾ 4 പേരുടെ അഭിപ്രായം പറഞ്ഞു. ഇനി ലാസ്റ്റ് ചിരഞ്ജീവിയോട് ചോദിച്ചു, അങ്ങ് എന്താ പറയണത് ഈ കാര്യത്തിൽ? നമ്മൾ ഏത് തീരുമാനം എടുക്കണമെന്നാണ് പറയണേ. അപ്പോൾ ആ മന്ത്രി പറഞ്ഞു, നീതിശാസ്ത്രത്തിലും മറ്റ് രാജ്യകാര്യങ്ങളിലും ഏറ്റവും സമർത്ഥനായ മന്ത്രിയാണ് കേട്ടോ ചിരഞ്ജീവി. പരിചയവും ഉണ്ട് അയാൾക്ക്, ഭരണപരിചയം. യുദ്ധത്തിന് നമുക്ക് ഇപ്പോൾ പറ്റിയ സമയമല്ല. നമ്മളാകെ ക്ഷീണിതര, നമുക്ക് സൈനികരില്ല, സൈന്യമൊക്കെ വളരെ കുറവാണ്. നമ്മളിപ്പോൾ മൂങ്ങകളെ ചെന്ന് ആക്രമിച്ചാൽ മൂങ്ങകൾക്ക് നമ്മളെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റും. അപ്പം പിന്നെ മരണം ഉറപ്പ്. അതേ സമയത്ത് നമുക്ക് യുദ്ധം ചെയ്താൽ മരണം, ചെയ്തില്ലെങ്കിൽ മരണം. യുദ്ധം ചെയ്താലോ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, ചെയ്തില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അപ്പം ഇങ്ങനെ ശത്രുക്കളോട് ഒരു ധീരൻ ക്ഷമിച്ചിരിക്കണം. നമ്മളിപ്പോൾ ക്ഷമിച്ചിരിക്കേണ്ട സമയമാണ്. ധീരരാണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കണേ. എന്താ, ഇപ്പോൾ നമ്മൾക്ക് ആക്രമണത്തിനുള്ള കരുത്ത് പോരാ. നമ്മുടെ സൈനികരും ബന്ധുമിത്രാദികളൊക്കെ മരിച്ചിരിക്കുന്നു, അവരാണെങ്കിൽ നല്ല ആഹ്ലാദത്തിൽ തിമർത്തിരിക്കുന്നു. അപ്പം അവർക്ക് ക്ഷീണം വരും, എന്ന് ഈ ഉത്സാഹമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ക്ഷീണം വരുമ്പോൾ നമ്മൾക്ക് അവരെ പോയി ഓർക്കാപ്പുറത്ത് ചെന്ന് ആക്രമിക്കണം. എന്നിട്ടോ ഈ പകൽ കുരുടന്മാരോടൊക്കെ നമുക്ക് സന്ധി ചെയ്തെന്നത്ര നടക്കണ കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാക്കകളും മൂങ്ങകളും തമ്മിൽ ഇത്രയും ശത്രുതയോ, ഇതെന്താ ഇതിങ്ങനെ എന്നിങ്ങനെ വിരിച്ചിട്ട് എന്താ നമ്മൾ തമ്മിൽ ഇങ്ങനെ ശത്രുത വരാൻ കാരണം? ഞാൻ നോക്കിയിട്ടൊരു കാരണം കാണാനില്ല, നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞു മേഘ പറഞ്ഞു. ആദ്യം ഇനി അതൊന്നറിയട്ടെ, എന്താ ശത്രുത എന്നറിയട്ടെ, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോയെന്നറിയട്ടെ എന്ന് കരുതി. അങ്ങനെ ഇരിക്കണ സമയത്ത് ഈ ചിരഞ്ജീവി അവരെ അത് മനസ്സിലാക്കാൻ, മൂങ്ങകളും കാക്കകളും തമ്മിൽ എന്തുകൊണ്ട് ശത്രുത വന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു കഥ പറയുകയാണ്. ഒരു കഴുതയുടെ കഥയാണ് കേട്ടോ കഥ. ഈ കഴുത എന്താ, കഴുത എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കാൻ മാത്രമുള്ള ബുദ്ധിയില്ലാത്തൊരു ജീവി, അതങ്ങനെ തന്നെയാണ് താനും. പക്ഷെ നരി എന്ന് പറഞ്ഞാൽ കുറുനരി. ആളിത്തിരി വലിപ്പമൊക്കെ കുറവാണ് കഴുതയെ വെച്ച്, പക്ഷേ തല അസാധ്യ തലയാണ്. സൂത്രവും കൗശലമൊക്കെ ധാരാളം കൂടും. ഒരു കാട്ടിലെ കഴുത ഈ കുറുനരിയുടെ ചത്ത് കിടക്കണ ഒരു കുറുനരിയുടെ തോലങ്ങ് പൊളിച്ചുണക്കി അതങ്ങോട്ട് ഒരു കോട്ട് പോലെ അങ്ങോട്ട് ഇട്ടു. അപ്പം എന്താ, നല്ല വലുപ്പമുള്ളൊരു കുറുക്കൻ അല്ലെങ്കിൽ കുറുനരി എന്ന് തോന്നും. കഴുതയാണ് കേട്ടോ ഈ കോട്ടിൻ്റെ ഉള്ളിൽ കുറുനരിയുടെ തോലിട്ട് ഒരു കഴുത, ഇതിൻ്റെ കുറുക്കൻ്റെ തോലിട്ട ഒരു കഴുത എല്ലാം കഴുതയെ പോലെ, ഈ കുറുക്കനെ പോലെ അഭിനയിച്ചു. അസാമാന്യ ബുദ്ധിശക്തിശാലിയാണെന്ന് അഭിനയിച്ചു. സൂത്രവും കൗശലവും തനിക്ക് ഉണ്ടെന്ന് കരുതി പെരുമാറി ഒക്കെ ചെയ്തെങ്കിലും ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ ഈ കഴുതയുടെ ഒരു വാക്ക് പിഴച്ചു പോയെങ്കിൽ, വർത്തമാനം പറഞ്ഞാൽ ഒരു വാക്ക് അങ്ങോട്ട് പിഴച്ചു പോയി, അതോടുകൂടി അവന് സർവനാശം വന്നു. ആ കഥയാണ് ചിരഞ്ജീവി
മേഘവർണ്ണനോടും തൻ്റെ മറ്റ് സഹമന്ത്രിമാരോടും പറയുന്നത്. അപ്പോൾ ഈ കുറുനരിയുടെ തോലിട്ട കഴുതയുടെ കഥ അടുത്ത ദിവസം പറയാം, ഇതിൻ്റെ തുടർച്ചയായിട്ട്. ഇന്ന് ഞാൻ ഈ കഥ സന്ധി വിഗ്രഹത്തിലെ ഈ കഥ 2ാം ഭാഗം നിർത്തുകയാണ്. ഈ കഥയുടെ തന്നെ തുടർച്ചയാണ് അടുത്തത്. ഇതിലെ ഒരു കഥാപാത്രമായ ചിരഞ്ജീവി മറ്റ് കഥാപാത്രങ്ങളോട് പറയുന്ന ഉദാഹരണം സഹിതം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നാളെ കാണാം കേട്ടോ. ഇതിനെ തുടർന്ന് ചിരഞ്ജീവിയുടെ കഥ നാളെ കേൾക്കാം. എല്ലാവർക്കും പഞ്ചതന്ത്രം കഥകളൊന്ന് മനസ്സിലാക്കും, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും നന്ദി.